ചോദ്യം: ഖുർആൻ പഠനാർത്ഥം അത് ബോർഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അശുദ്ധിയോടെ ബോർഡ് പിടിക്കാമോ? ഉത്തരം: പാടില്ല, നിഷിദ്ധമാണ്. ചോദ്യം: ബറക്കത്ത് ഉദ്ദേശിച്ച് എഴുതിയതോ? ഉത്തരം: അപ്പോൾ പിടിക്കാം. ചോദ്യം: ഇന്ന് നിലവിലുള്ള ഖുർആൻ പരിഭാഷകൾ പിടിക്കാനും ചുമക്കാനും ഉളൂഅ് നിർബന്ധമാണോ? ഉത്തരം: അതെ, ഖുർആനും പരിഭാഷയും കൂടിയുള്ളതാണല്ലോ. അവ പിടിക്കാനും ചുമക്കാനും ഉളൂഅ് നിർബന്ധമാണ്. മൗലൂദ് ഗ്രന്ഥങ്ങളിൽ യാസീൻ സൂറത്ത് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉളൂഅ് ഇല്ലാതെ സ്പർശിക്കാനും ചുമക്കാനും പറ്റുമെന്ന് ചില ഇമാമുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചോദ്യം: ഖുർആൻ സൂക്തങ്ങൾ മക്കിയ്, മദനിയ് എന്നിങ്ങനെ രണ്ട് വിധമുണ്ടല്ലോ. അവയുടെ എണ്ണമെത്ര? ഉത്തരം: 6236 ആയത്തുകളിൽ മക്കിയ് 4475, മദനിയ് 1761. ചോദ്യം: വിശുദ്ധ ഖുർആനിന് മുസ്ഹഫ് എന്ന നാമം ആരാണ് അഭിപ്രായപ്പെട്ടത്? ഉത്തരം: പ്രമുഖ സ്വഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ചോദ്യം: നബിയും റസൂലും തമ്മിലുള്ള അന്തരമെന്ത്? ഉത്തരം: അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകൾ അറിയിച്ചുകൊണ്ട് സന്ദേശം നൽകപ്പെടുകയും അത് പ്രബോധനം ചെയ്യാൻ അള്ളാഹു ആജ്ഞാപിക്കുകയും ചെയ്താൽ റസൂലാണ്. പ്രബോധനത്തിന് ആജ്ഞയില്ലെങ്കിൽ റസൂലല്ല. എങ്കിലും വഹയുള്ളതുകൊണ്ട് നബിയാണ്. അപ്പോൾ എല്ലാ റസൂലും നബിയാണ്. എല്ലാ നബിയും റസൂലല്ല. ചോദ്യം: നബിമാർക്കാണോ മുർസലീങ്ങൾക്കാണോ കൂടുതൽ മഹത്വം? ഉത്തരം: മുർസലീങ്ങൾക്ക്. അവർ നബിമാർ കൂടിയാണല്ലോ. ചോദ്യം: ആദ്യ പ്രവാചകർ ആദം നബി അലൈഹിസ്സലാം ആയിരിക്കെ നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഷേഖുൽ അംബിയാ എന്ന സ്ഥാനപ്പേർ പറയാൻ കാരണം? ഉത്തരം: ഷിർക്കിനെതിരെ ആദ്യം പോരാടിയത് നൂഹ് നബി അലൈഹിസ്സലാം ആണ്. ചോദ്യം: ആദം നബി അലൈഹിസ്സലാം എന്തുകൊണ്ട് ഷിർക്കിനെതിരെ പോരാടിയില്ല? ഉത്തരം: ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഷിർക്ക് ചെയ്യുന്നവർ ഇല്ലായിരുന്നു. ഷിർക്കിന് തുടക്കം കുറിച്ചത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്താണ്. ചോദ്യം: ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ ആരെല്ലാം? ഉത്തരം: ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം എന്നിവർ ആകാശത്തും, ഇല്യാസ് നബി അലൈഹിസ്സലാം, ഖിളിർ നബി അലൈഹിസ്സലാം എന്നിവർ ഭൂമിയിലും ജീവിച്ചിരിക്കുന്നുണ്ട്. ചോദ്യം: ഖിളിർ നബി അലൈഹിസ്സലാം വലിയാണെന്ന അഭിപ്രായമില്ലേ? ഉത്തരം: ഉണ്ട്, എന്നാൽ പ്രബല വീക്ഷണം നബിയാണെന്നാണ്. ചോദ്യം: ഖുർആൻ പേരെടുത്ത് പറഞ്ഞ 25 അമ്പിയാക്കളുടെ പേരുകൾ അറിയൽ നിർബന്ധമാണോ? ഉത്തരം: അതെ, നിഷേധിച്ചവൻ കാഫിറാകും. ചോദ്യം: ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവല്ലേ കാഫിറായ ആസർ? ഉത്തരം: അല്ല, ആസർ പിതൃവ്യനാണ്. പിതാവിൻ്റെ പേര് താറഖ് എന്നാണ്. ചോദ്യം: അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഉറക്കത്തിലും ഉണർച്ചയിലും കാണാമോ? ഉത്തരം: കാണാവുന്നതാണ്. സജ്ജനങ്ങൾക്കാണ് ഈ സൗഭാഗ്യം ലഭിക്കുക. എത്രയോ മഹത്തുക്കൾക്ക് ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്ന് നിരവധി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം: ഖിളിർ നബി അലൈഹിസ്സലാം ഇപ്പോഴും ജീവിച്ചിരിക്കാൻ കാരണം? ഉത്തരം: മാ ഉൽ ഹയാത്ത് കുടിച്ചതുകൊണ്ട്. ചോദ്യം: അംബിയ ഔലിയാക്കൾ അവരുടെ റൂഹുകൾ ശരീരത്തിലേക്ക് മടക്കപ്പെട്ട നിലയിൽ ദുനിയാവിലേക്ക് മടങ്ങി വരുമോ? ഉത്തരം: ഇല്ല, അങ്ങനെ വിശ്വസിക്കരുത്. ചോദ്യം: അംബിയ ഔലിയാക്കളെ ഉണർച്ചയിൽ കണ്ടതായി പല മഹത്തുക്കളും അനുഭവം വിവരിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഉദ്ദേശമെന്ത്? ഉത്തരം: ഉണർച്ചയിൽ കാണുകയെന്നാൽ മഹത്തുക്കളുടെ ശ്രേഷ്ഠമാക്കപ്പെട്ട ആത്മാവ് അവരുടെ പുണ്യ ശരീരത്തിൻ്റെ ആകൃതിയിൽ രൂപം കൊള്ളുകയെന്നാണ് ഉദ്ദേശം. ചോദ്യം: മുഹമ്മദ് എന്ന നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഉത്തരം: 4 തവണ. ചോദ്യം: അമ്പിയാക്കൾ പാപസുരക്ഷിതരായിരിക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 3 കളവ് പറഞ്ഞുവെന്ന് ഹദീസിൽ കാണുന്നതോ? ഉത്തരം: കളവെന്ന് തോന്നിപ്പിക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് ഉദ്ദേശം. യഥാർത്ഥത്തിൽ അവ 3ഉം സത്യമായിരുന്നു. ചോദ്യം: പ്രസ്തുത 3 കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം: ബിംബങ്ങളെ തകർത്ത ശേഷം ഇതെല്ലാം ചെയ്തത് വലിയ ആളാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാണെന്ന് ഒന്ന്. മുശ്രിക്കുകൾ മനസ്സിലാക്കിയത് തകർക്കപ്പെടാത്ത വലിയ ബിംബമാണ് ചെറിയ ബിംബങ്ങളെ തകർത്തത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചത് ഞാനാണ് തകർത്തത് എന്ന് മാത്രമാണ്. അക്കൂട്ടത്തിൽ അദ്ദേഹം തന്നെയാണ് വലിയ വ്യക്തി. ജനം ഷിർക്ക് കേന്ദ്രത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒഴിഞ്ഞു മാറിയതാണ് 2. ശരീരത്തിന് രോഗമില്ലെങ്കിലും അവർ ഷിർക്കിൽ അകപ്പെട്ടതിനാൽ ഹൃദയരോഗം ഉണ്ടെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചത്. സ്വന്തം ഭാര്യയെക്കുറിച്ച് സഹോദരി എന്ന് പറഞ്ഞതാണ് 3.
എല്ലാ മുഅ്മിനീങ്ങളും പരസ്പരം സഹോദരീ സഹോദരങ്ങളാണല്ലോ.